അമ്മ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ആ നീ എന്തിട്ടാലെന്താ പോടുന്ന്. ഞാൻ വന്നത് എന്റെ ചാരുമോളെ കാണാനല്ലേ. എല്ലാരും കൂടി ഈ മുറിയിൽ തന്നെ അടച്ചിരുന്നാൽ എങ്ങനാ? ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തിയില്ലേ? അമ്മായി എന്തേ നോക്കുന്നേ? അതെ, ഒരു സ്ലൈഡ് വേണമായിരുന്നു മോളെ എനിക്ക്. ഈ മുടി ഒന്ന് ഒതുക്കാൻ വേണ്ടിട്ടാ. അതെ, വേഗം ആവട്ടെ, എല്ലാരും ഇങ്ങ് എത്താറായി കേട്ടോ. വാ മോളെ. ആഹാ, നന്നായിട്ടുണ്ടല്ലോ. ആ, ഇത് ഓണക്കോടിയുടെ മഞ്ഞാൽ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. അതെ, എല്ലാരും വേഗം പന്തലിലോട്ട് വന്നേക്കണേ. ആ എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ പിള്ളേര് റെഡിയായോന്ന് നോക്കാൻ വേണ്ടി വന്നതാ. പിന്നെ ടെൻഷൻ ഇല്ലാതിരിക്കോ? കണ്ടില്ലേ, പന്തലിന്റെ മുമ്പിൽ ഒരുങ്ങി വന്നിരിക്കുക ശാന്തപ്പനും അവന്റെ താടക പെണ്ണുമ്പിള്ളേ. അവളെ കണ്ടാലേ അവളാണ് കല്യാണ പെണ്ണെന്ന് തോന്നും. അതിന്റെ കൂടെ ആ ബാബുക്കുട്ടൻ എന്ന് പറയുന്നവനും. അവനാണെങ്കിൽ മണവാളന്റെ മട്ടിലാ വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറക്കി വിടാൻ പറ്റുമോ? ചാരുവിന്റെ അച്ഛനായി പോയില്ലേ? അവരെ നീ അങ്ങോട്ട് നോക്കായിരുന്നാ മതി. അല്ല, നീ ചാരുവിനെ കണ്ടോ? അവൾ ഒരുങ്ങിക്കഴിഞ്ഞോ? എന്തിനാ അവൾ ഒരുങ്ങുന്നേ? അവൾ ഒരുങ്ങാതെ തന്നെ സുന്ദരി കുട്ടിയല്ലേ. ഞാനേ ചെറുക്കനൊന്ന് ഒരുങ്ങിയോ നോക്കട്ടെ. അവനാകെ പേടിച്ചിരിക്ക. ബാബുക്കുട്ടനും അവന്റെ ഗുണ്ടകളുമായിട്ട് വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവന്റെ പേടി. ഏയ്, അങ്ങനെ വല്ലതും കാണിച്ചാലേ അവനെ നാട്ടുകാർ കൈകാര്യം ചെയ്തോളൂ. ശാന്തപ്പനെ നമ്മൾ സഹിക്കുന്നില്ലേ, ഇവനെയും സഹിച്ചേ പറ്റൂ. ആഹാ, ഇതെന്താ ഇത്? ഏയ്, ഇതൊന്നുമില്ല. പിന്നെ നമ്മുടെ രവിമാഷ കൊണ്ടുവന്നൊരു സമ്മാനം. ആഹാ, നേരിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് അയാളത് ചെയ്യുന്നില്ല. ഒരു നെക്ലസാ. എന്തായാലും നോക്കട്ടെ. ഓ, കല്യാണത്തിന് വാക്കുറപ്പിച്ചപ്പോഴേ ഇത്രയും വലിയ സമ്മാനമൊക്കെയോ? അവന്റെ മനസ്സ് അങ്ങനെയാ. ഒരു കാര്യം ചെയ്യ്, ഈ നെക്ലസ് അതൊന്നും വേണ്ട, മാഷ് തന്നെ അങ്ങ് കൊടുത്താ മതി. എത്ര വാരിക്കോരി കൊടുത്തിട്ടും മാഷിന്റെ മനസ്സിനൊരു തൃപ്തി വരുന്നില്ലല്ലേ? ആ, എല്ലാം എന്റെ മോന്റെ ഭാഗ്യം. ചാരു തന്നെ എന്റെ മോന്റെ ഭാഗ്യാണല്ലോ. ഈ നെക്ലസേ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് നല്ല മാച്ചാ. അപ്പൊ മാഷിന് നല്ലത് തെരഞ്ഞെടുക്കാനൊക്കെ അറിയാം അല്ലേ? അല്ലേ, ഞാനല്ലത് സെലക്ട് ചെയ്ത്. ആയിക്കോട്ടെ, ചെല്ല്. രവിമാഷ് അറിഞ്ഞു പോലും കാണില്ല. ഇനി എന്തൊക്കെ വാരിക്കോരി കൊടുക്കുമോ എന്തോ. എന്തൊക്കെ കൊടുത്താലും ഞാൻ കണ്ടുപിടിക്കും. എന്റെ നെഞ്ചിലെ ശ്വാസം പോലും അവൾക്കുള്ളതാ. അവൾ എന്റെ ലതയുടെ മോളല്ലേ? അല്ല, എന്റെ ലത തന്നെയാ. അനുമോളെ, നീ ഇത് ചേച്ചിക്ക് കെട്ടിക്കൊടുക്ക്. ഹൽദിക്ക് ഇറങ്ങുമ്പോ ഒരു പൊലിമയൊക്കെ വേണ്ടേ? എന്ത് ബലം അമ്മേത്, എനിക്കിതൊന്നും വേണ്ട. അല്ലെങ്കിൽ എനിക്ക് അധികം സ്വർണ്ണമൊന്നും ഇഷ്ടല്ല. ഒരുപാടൊന്നുമില്ലല്ലോ. നീയും കല്യാണിയും കൂടി പഴയ സ്വർണ്ണൊക്കെ മാറ്റി വാങ്ങിയൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. നാളെ കഴിഞ്ഞ് കല്യാണപ്പന്തലിലേക്ക് ഇറങ്ങുമ്പോ ആരും ഒരു കുഴപ്പവും പറയരുത്. ബാലമാമനിപ്പോ എനിക്ക് വേണ്ടി എന്തുമാത്രം ചെലവാക്കി കഴിഞ്ഞു? വല്ല കണക്കും ഉണ്ടോ? മോളെ, അതൊന്നും മോള് നോക്കണ്ട. പറഞ്ഞ അങ്ങ് അനുസരിച്ചാ മതി. ദേ, ഇതിട്ട് കൊടുത്തേ. ഇത് ഈ ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ചെയ്യും. അച്ഛൻ ഇത് കണ്ടിട്ട് വാങ്ങിയതാണോ? ഹൽദിക്കുള്ള എല്ലാവരുടെയും ഡ്രസ് ബാലമാമയല്ലേ സെലക്ട് ചെയ്തത്. അപ്പൊ പിന്നെ അറിയാതിരിക്കോ? പിന്നെ ഇപ്പൊ ഞാനിതിടാം.
പക്ഷേ കല്യാണം കഴിഞ്ഞ് അനുവിന് കൊടുക്കുന്നതില് ബാലമാമയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഇവൾക്ക് ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം ആഭരണങ്ങളുണ്ട്. കോളേജിൽ പോകുന്ന കുട്ടികള് ആഭരണങ്ങളൊന്നും ഇട്ട് നടക്കാൻ പാടില്ല. ഉം. കല്യാണം കഴിഞ്ഞ് അശ്വതിയുടെ മാല തന്നെ കള്ളം പൊട്ടിച്ചില്ലേ? ആ കള്ളനെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും അവനെ വിശ്വസിക്കാൻ ആളുകളുണ്ടല്ലോ. ഹൽദിക്ക് തയ്യാറായിട്ട് അവൻ അവിടെ ഒന്നിരിപ്പുണ്ട്. നിന്റെ അമ്മായിക്ക് അവൻ കല്യാണത്തിന് വല്ല കുഴപ്പമുണ്ടാക്കുമെന്നാ പേടി. അവനെ വേരോടെ പിഴുതെറിയാൻ ആകാശേട്ടന്റെ ഫ്രണ്ട് ആ പോലീസുകാരൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മണവാളനാകാൻ വന്ന ആ വേഷത്തിൽ തന്നെ അവനെ ചിലപ്പോ പോലീസ് പൊക്കും. ആ ബാബുക്കുട്ടൻ എവിടുന്ന് പണം കിട്ടുന്നെന്നാ കണ്ടുപിടിക്കേണ്ടത്. മയക്കുമരുന്നിന്റെ കള്ളക്കടത്തിന്റെ വല്ല ഇടപാടുമായിരിക്കും. ഏതായാലും ആയിരപ്പറയിൽ വന്ന് വേഷം കെട്ടിയ അവനെ കായലിൽ ചവിട്ടി താഴ്ത്താൻ ആളുണ്ട്. ഇപ്പൊ അവനാ ആ ശാന്തപ്പന്റെ ബലം. കല്യാണം കഴിയുന്നവരെ അവനെ പിണക്കാതിരിക്കുന്ന നല്ലത്. ഏതായാലും ആകാശവന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ആ പ്രിയനെയും കൈലാഷിനെയൊക്കെ നിർത്തിയിട്ടുണ്ട്. പ്രിയൻ സ്കൂളിലെന്റെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. സ്കൂള് വിട്ട ശേഷവും എന്നെ കാണാനെത്തുന്ന ചുരുക്കം ചില ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അവൻ. അതുകൊണ്ടാണല്ലോ കല്യാണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ എത്തിയത്. രവിമാഷി നൈനയൊക്കെ മോളെ പരിചയപ്പെട്ടില്ലേ? ശിഷ്യന്മാരെ പോലെ തന്നെ കൂടെ ജോലി ചെയ്ത മാഷന്മാരിൽ എനിക്ക് പ്രിയ എന്നും രവിയോടായിരുന്നു. ആകാശന് സസ്പെൻഷൻ ആയപ്പോ തിരികെ കയറാൻ സഹായിച്ച രവിമാഷ. അധികം വൈകാതെ തന്നെ ആകാശം നൈനയായിട്ടുള്ള കല്യാണം നടത്തണം. എല്ലാറ്റിനും മുമ്പ്, എന്റെ മക്കളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ നിന്റെ വിവാഹം നടത്തണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. എന്നെ മൂത്ത മകൻ തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോ രണ്ടും ഒന്നിച്ചായി പോയെന്നേ ഉള്ളൂ. ഇപ്പൊ അവന് നല്ല മാറ്റമുണ്ട്. ആ, നന്നായ അവനെ കൊള്ളാന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ എന്റെ ചാരുമോളുടെ ഭാവി അവനെ കൂടെ ആശ്രയിച്ചല്ലേ. അതുകൊണ്ട് അവൻ നന്നായേ പറ്റൂ. കാരൂർ ജോത്സ്യം പറഞ്ഞത് മഹാലക്ഷ്മി ആയിരപ്പറയിലേക്ക് വന്നു കയറുന്നു. നീ വന്നില്ല. അതിനു മുമ്പ് തന്നെ അരവിന്ദു ഹേമയൊക്കെ മാറി തുടങ്ങിയില്ലേ? അതെ അച്ഛാ, അന്ന് അമ്മ ചാരു ചേച്ചിയോട് മാപ്പ് പറഞ്ഞപ്പോ ഞാൻ അമ്പരന്ന് പോയി. അമ്മ ഇങ്ങനെ ആവുന്ന ആരെങ്കിലും വിചാരിച്ചോ? ഇവളെന്റെ ജീവന്റെ ജീവനായ ലതയുടെ മകളല്ലേ? അന്ന് എന്തൊക്കെ പ്രതീക്ഷയോടെയാ ശാന്തപ്പന് ലതയെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഞാറുകണ്ടം വീടും 4 ഏക്കർ നിലവും ചോദിച്ചതിന്റെ ഇരട്ടി പൊന്നുവിട്ട ഞാൻ അവിടെ അയച്ചത്. അരവിന്ദ് നന്നാവും നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നില്ലേ? അന്നും അതുപോലെ ഒരു പ്രതീക്ഷയില്ല ഞങ്ങൾ ശാന്തപ്പനെ കല്യാണം കഴിച്ചു കൊടുത്തത്.